ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടുമുട്ടി എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരിക്കൽ കൂടെ നമുക്കൊന്ന് കാണാം, നമുക്കൊന്ന് നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരാളുടെ കുറവും കൂടി ഉണ്ട്, ശ്വേത. അപ്പോൾ അവൾ പുറത്തായതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ലീവൊക്കെ ആവണ സമയത്ത് അവൾ വരും. അപ്പോൾ നമ്മളൊന്നും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശോഭ സിറ്റിയിലേക്കാണ് പോയത്. ശോഭ സിറ്റിയിൽ പോയി നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ, നമുക്കറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഒക്കെ, നമ്മുടെ കോമൺ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളും, പിന്നെ കുറേ കുശുമ്പും കുരുട്ടും ഒക്കെ പറഞ്ഞ് നമ്മളവിടെ അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവരെന്നെ നല്ല രീതിക്ക് കളിയാക്കുന്നുണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ. ഇനിയിപ്പോൾ നാളെ ഇവൾ എന്ത് പറഞ്ഞിട്ടാണ് ആ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാഷിയുടെ ചിലവായിരുന്നു. നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കനൊക്കെ അവൾ വാങ്ങി തന്നു. നമ്മളത് കഴിച്ച് കുറച്ചധികം നേരം, കാരണം നമ്മളൊരു 12:30 അവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്ക് ആയിട്ടുണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം അത്രയധികം വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇത്ര കാലത്തിനിടയിൽ പറയാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടുകാരൊക്കെ പറയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഏറ്റവും നല്ല സമയം എന്നുള്ളത്. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫാമിലി അതൊന്നുമില്ല. നമ്മൾ ആ പഴയ കാലഘട്ടത്തിൽ ഷൽമിയും ഹർഷിതും വിജിതയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും അത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്കിവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട്.